പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്പ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി, അങ്ങനെ ജനറൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത രണ്ട് മെമ്മറിയാണ്. പുസ്തകത്തിൽ വായിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ടീച്ചർ ക്ലാസ്സിൽ വായിക്കുകയോ പറയുകയോ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നത് നിങ്ങളുടെ ഇമോഷനെ ഒരു വിധത്തിലും ചലഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഇമോഷനുമായിട്ട് ബന്ധപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടിട്ട് തന്നെ അത് ഷോർട്ട് ടൈം മെമ്മറിയിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ലേ. നിങ്ങൾക്ക് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈം മെമ്മറിയിലേക്ക് അതിനെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ലൈഫിൽ നടന്നിട്ടുള്ള, നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള, കരയിച്ചിട്ടുള്ള, നമ്മൾ മറക്കാതെ കിടക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെയൊക്കെ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വന്നിരിക്കുമ്പോൾ ഇത് സ്വിച്ച് ഇട്ട് ഓണ ഓർമ്മയിലേക്ക് വരും, എഴുതാനും പറ്റും. സ്റ്റെപ്പ് 1, ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കരുത്. വേറെ സൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണോ മറ്റുള്ളവർ വന്ന് വിളിക്കാൻ ചാൻസ് ഉള്ളോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും അല്ല. നിങ്ങളുടെ തന്നെ റൂമിൽ ഒരു പേഴ്സണൽ സ്പേസിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. സ്റ്റെപ്പ് 2, നിങ്ങൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ജസ്റ്റ് ഒരു തവണ റീഡ് ചെയ്യുക. സ്റ്റെപ്പ് 3 ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. പഠിച്ച കാര്യത്തിനെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്ത് ലോങ് ടൈം മെമ്മറിയിലോട്ട് ഫീഡ് ചെയ്യുന്ന പ്രോസസ് ആണ്.